Hey guys, so welcome back to another great episode of SR Vlogs. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഐ എം എ +1 കോമേഴ്സ് സ്റ്റുഡൻറ്റ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതുപോലത്തെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷനിലൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, പിന്നെ ഷെയർ ഒക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു, പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ സ്റ്റഡി പ്ലാൻ, അങ്ങനെയുള്ള കുറച്ച് അല്ലാതെ ചില കാര്യങ്ങൾ, ഒരു ചാലഞ്ച് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സോറി, കാരണം ഞാൻ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നല്ല ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ആയിട്ട് ഞാൻ സ്കൂളിൽ പോകുന്നത് വരെ കുറവായിരുന്നു. കുറേ ലീവായിട്ടുണ്ട്, കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി തീർക്കാനുണ്ട്, ഇനിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അവസ്ഥ. ഇപ്പോൾ സൗണ്ട് തിരിച്ചിനിയും വന്നിട്ടില്ല. പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാൻ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ സൗണ്ട് വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സൗണ്ടിനെ കുറച്ച് ടോളറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ആൻസർ ഷീറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളത് പറയാം, പിന്നെ മാർക്കൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൂടെ പറയാം. അപ്പോൾ എൻ്റെ ആൻസർ ഷീറ്റ് കിട്ടിയോ, പിന്നെ മാർക്സ് പറയോ, സ്റ്റഡി പ്ലാൻ ചെയ്യോ, സ്റ്റഡി ടൈം ടേബിൾ ചെയ്യോ എന്നൊക്കെ പറഞ്ഞ് 1-2 കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആൻസർ ഷീറ്റ്, എനിക്ക് 2 ആൻസർ ഷീറ്റ്സ് കൂടെ കിട്ടാനുണ്ട്, അക്കൗണ്ടൻസിയും ബിസിനസ്സും. അപ്പോൾ അതുകൊണ്ട് ആ 2 കിട്ടിയിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് ജസ്റ്റ് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കിട്ടിയ പേപ്പേഴ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് ഇല്ലെങ്കിൽ കൂടി ഡോണ്ട് വറി, നിങ്ങൾ ഇത് വെച്ചിട്ട് ഡിപ്രസ് ആയിട്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരുന്നിട്ടൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് എഴുതിയൊരു എക്സാം അല്ലേ, നമ്മൾ ഓണം എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നോ ഇല്ല എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് എഴുതിയതിനാണ് നമുക്ക് ഈ ഒരു മാർക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തൊക്കെ തെറ്റുണ്ട്, എവിടെയൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് മോഡൽ എക്സാം ഉണ്ട്, പബ്ലിക് എക്സാം ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, മെയിൻ ആയിട്ടുള്ള എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പിടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ എയിം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 25 ഡേയ്സ് ചാലഞ്ച് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആരും ടെൻഷൻ അടിക്കുക ഒന്നും വേണ്ട. നമുക്ക് ഇനിയുള്ള ദിവസം നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്സും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള മാർക്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആരും ടെൻഷൻ അടിച്ചിട്ടോ ഇല്ലെങ്കിൽ ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ടൊന്നും ഇരിക്കാൻ നിൽക്കണ്ട. എല്ലാവരും ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്ത് എല്ലാം പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ February 16th തൊട്ടിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് കൊമേഴ്സുകാർക്ക് February 16 എക്സാം ഇല്ല, നമുക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് February 17th. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂസ്ഡേ അതായത് 17th ഇംഗ്ലീഷാണ് ഫസ്റ്റ് എക്സാം, പിന്നെ നെക്സ്റ്റ് വെനസ്ഡേ അതായത് 18th ആഫ്റ്റർനൂൺ അക്കൗണ്ടൻസി, പിന്നെ 19th കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മാത്സ്, അങ്ങനെ സ്റ്റാറ്റി ഒക്കെ ഉള്ളവർക്ക് അത്. പിന്നെ 20th നമുക്ക് 2 എക്സാമാണുള്ളത്. അതായത് ഫ്രൈഡേ 2 എക്സാം ഉണ്ട്, ഹിന്ദിയും ബിസിനസ്സും. നല്ല അടിപൊളി എക്സാമാണ് രണ്ടും. അതായത് ബിസിനസ് നമുക്ക് കുറേ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ഹിന്ദിയും ബിസിനസ്സുമാണ് നമുക്ക് ഫ്രൈഡേ വരുന്നത്. രാവിലെ ഹിന്ദിയും ഉച്ചക്ക് ബിസിനസ്സും. പിന്നെ നെക്സ്റ്റ് ഗൈസ്, അപ്പോൾ കൃത്യമായിട്ട് 1 മാസം മുന്നിലുണ്ട്. അപ്പോൾ യൂട്ടിലൈസ് ചെയ്ത് നല്ലപോലെ പഠിക്കുക. അപ്പോൾ ഈ ഒരു ചാലഞ്ചിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും കാലം നമ്മൾ ഉഴപ്പി നടന്നിട്ടുണ്ടെങ്കിലും ഇനിയുള്ള ദിവസം വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതായത് നാളെ January 19 ആണ്, 19 to February 12 വരെയാണ് ഈ ഒരു ചാലഞ്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു 25 ഡേയ്സ് നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അതായത് ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ കോർ സബ്ജക്റ്റ് തീർക്കുക. അതായത് ഇപ്പം ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ മാത്സ് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷണൽ സബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കണം. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ 10 ചാപ്റ്റേഴ്സ്, എക്കണോമിക്സിൽ 17 ചാപ്റ്റേഴ്സ്, ബിസിനസ്സിൽ 12 ചാപ്റ്റേഴ്സ്, അക്കൗണ്ടൻസിൽ 9 ചാപ്റ്റേഴ്സ്. ഇങ്ങനെയാണ് ചാപ്റ്റർ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ 48 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടലായിട്ടുള്ളത്. അപ്പോൾ ഈ 25 ദിവസം കൊണ്ട് നമ്മൾ ഈ 48 ചാപ്റ്റേഴ്സും വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ചാലഞ്ച് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലല്ലേ ചാലഞ്ച് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ January 19 to February 12 വരെ ഈ ഒരു കോർ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ തീർത്ത് സെറ്റാക്കി വെക്കണം. എന്നിട്ട് പിന്നെ February 13 14 ഞാൻ ഹിന്ദിക്കാണ് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങളിപ്പോൾ ഈ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ ഓൺ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം. കാരണം എനിക്കിപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും കുഴപ്പമില്ലാണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന 2 സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിന് 2 ദിവസം കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പം തീരെ ലാംഗ്വേജിൽ തീരെ സെറ്റ് ആവാത്തവരാണെങ്കിൽ നിങ്ങൾ അതിന് നോക്കിയിട്ട് വേണം ഈ ഒരു ദിവസങ്ങളിൽ കൊടുക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ അക്കൗണ്ടൻസി സിമ്പിൾ ആണെങ്കിൽ നിങ്ങൾ അക്കൗണ്ടൻസി 1 മണിക്കൂറോ മാത്രം നോക്കിയാൽ മതി. ആ ടൈമിൽ നിങ്ങൾ ഹിന്ദിയോ ഇംഗ്ലീഷിനോ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ ഓർ പ്ലാൻ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്കല്ലേ നിങ്ങളുടെ കാര്യം അറിയൂ.
അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഫെബ്രുവരി 15-ഉം 16-ഉം ഇംഗ്ലീഷ് തീർക്കണം, ഫെബ്രുവരി 13, 14 ഹിന്ദി തീർക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. ഇതൊക്കെ എത്രത്തോളം കറക്റ്റായിട്ട് പോകുന്ന അറിയില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോഴ്സസ്. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ റിസോഴ്സസ് കിട്ടുന്നുണ്ടോ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ ടെക്സ്റ്റ് ഉള്ളവരാണെങ്കിൽ ടെക്സ്റ്റ് യൂസ് ചെയ്യാം. പിന്നെ നോട്ട്സ്, സ്കൂളിൽ നിന്നും കാര്യങ്ങളൊക്കെ കിട്ടിയ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് യൂസ് ചെയ്യാം. പിന്നെ യൂട്യൂബ് ക്ലാസ് കണ്ട് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കാം. പിന്നെ ലേബർ ഇന്ത്യയിൽ മറ്റ് ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ കൂടുതലായിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, പിന്നെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക. പിന്നെ ഇതൊക്കെ പറഞ്ഞ് രാത്രിയൊക്കെ ഇരുന്ന് ഉറക്കം അടച്ച് പഠിക്കാൻ നിൽക്കണ്ട. കാരണം 7.5 hours അറ്റ്ലീസ്റ്റ് നമുക്ക് സ്ലീപ്പ് വേണം. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫുൾ ടയർഡ് ആവും. കാരണം നമ്മളിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മറിച്ചിടാൻ വേണ്ടി നോക്കിയിട്ട് അടുത്ത ദിവസം ഹെൽത്ത് മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം ഫുൾ ഫ്ലോപ്പ് ആവും. അപ്പോൾ അതുകൊണ്ട് ഉറക്കവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിപ്പം 10 മണിക്ക് പോയി ഉറങ്ങുന്നുണ്ടെങ്കിൽ 5:30 എണീക്കുക. 5 മണിക്ക് എണീക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10:30 അല്ലെങ്കിൽ 10 o'clock ഒക്കെ ആകുമ്പോൾ പോയി കിടന്നുറങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. പിന്നെ പബ്ലിക് എക്സാം എന്ന് പറയുന്നത് March 5-നാണ്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്, പിന്നെ നെക്സ്റ്റ് ജസ്റ്റ് മോട്ടിവേഷനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചാലേ നമുക്കുള്ളൂ എന്നുള്ള ആ ഒരു ബോധം മനസ്സിൽ അങ്ങ് അടിപൊളിയായിട്ട് കയറ്റുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാലഞ്ച് എന്ന് പറയുന്നത്. നാളെ തൊട്ടിട്ടാണ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാലഞ്ച് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും റെഡി എന്ന് പറഞ്ഞോ ഇല്ലെങ്കിൽ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് തന്നെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. കാരണം എൻ്റെ സൗണ്ടിൽ അടിച്ചു പോയിട്ട് ഞാൻ എന്തെല്ലോ ആണ് പറയുന്നത് എന്നുള്ളൊരു ഇതിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്നോ ഇല്ല ഒന്നും എനിക്ക് അറിയില്ല. അപ്പോൾ എന്തൊക്കെയോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെന്താ, അപ്പോൾ അതാണ് നമ്മുടെ 25 days ചാലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതുവരെയായിട്ട് കിട്ടിയ മാർക്സും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിലും ഡോണ്ട് വറി, നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങൾക്കും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ബൈ ബൈ.